കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലകളുടെ കുളിരെവിടെ മക്കളെ. അതെ, പ്രകൃതിയിലെ മാറ്റങ്ങളിൽ ആശങ്കപ്പെട്ട് കവി അയ്യപ്പ പണിക്കർ എഴുതിയ കവിതയിലെ വരികളാണിവ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. പ്രകൃതി എന്നത് മനുഷ്യന്റെ മാത്രം സ്വത്തല്ല, സർവ്വജന്തുജാലങ്ങളുടെയും കൂടിയാണ്. ഇതാണ് ഓരോ പ്രകൃതി സംരക്ഷണ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം പ്രകൃതി സ്നേഹികളുള്ള സ്ഥലത്താണ് കൈരളി ഇപ്പോൾ നിൽക്കുന്നത്. ലോക പ്രശസ്ത എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്, സന്തോഷത്തിന്റെ ആദ്യ വ്യവസ്ഥ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കപ്പെടരുത് എന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം ക്യാമ്പസില് ബോട്ടണി വിഭാഗത്തിന് കീഴിലുള്ള മിയാവാക്കി വനത്തിലാണ്. 1948 ലോകം ഒന്നിച്ചുകൂടി. വ്യവസായങ്ങളുടെ രാസമാലിന്യങ്ങൾ, വംശനാശം, ആഗോളതാപനം, ഈ പ്രതിസന്ധികൾക്കെതിരെ ഒരു സംഘടന പിറന്നു, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. കേരള യൂണിവേഴ്സിറ്റിയുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഡിസൈൻ ചെയ്ത ഒരു മിയാവാക്കി ഫോറസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മിയാവാക്കി ഫോറസ്റ്റ് എന്നത് ഒരു ജാപ്പനീസ് സയൻറ്റിസ്റ്റായ അക്കീര മിയാവാക്കി എന്ന അദ്ദേഹമാണ് ഈ തരത്തിലുള്ള ഫോറസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ വാല്യൂ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ചെറിയൊരു സ്ഥലത്ത് 1 സെൻറ്റ് ആയാലും മതി, അവിടെ ഒരു വലിയൊരു തിക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു ഫോറസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോകത്തിൽ 48,000-ലധികം ജീവജാലങ്ങൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. ദേശാടന പക്ഷികളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 4.3 ദശലക്ഷം ഹെക്ടർ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് നശിച്ചത്. പ്രകൃതി സംരക്ഷിക്കുക എന്ന് പറയുന്നത്, പ്രകൃതി സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും, ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. എല്ലാവരും തന്നെ ചെയ്യേണ്ട ഒരു കടമയാണ്. കാരണം പ്രകൃതിയാണ് നമ്മുടെ അമ്മ. പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ആരും തന്നെ നാളെ ഇവിടെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രകൃതി എന്ന് വെച്ചാൽ ചെടികൾ മാത്രം എന്നുള്ളതല്ല, എല്ലാ തരത്തിലുള്ള സസ്യ ജീവി ജാലങ്ങളെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ എക്കോസിസ്റ്റം ഒരു പ്രത്യേക രീതിയിലുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കടമയായി കരുതി നമ്മുടെ പ്രകൃതി സംരക്ഷിക്കേണ്ടതുണ്ട്. അയ്യപ്പ പണിക്കരോട് നമുക്ക് എന്തുത്തരം കൊടുക്കാനുണ്ട്? കാടിനെയും മേടിനെയും പുൽത്തകിടിയെയും പൂഞ്ചോലയെയും അടുത്ത തലമുറയ്ക്ക് നമുക്ക് തിരികെ കൊടുക്കാനാകുമോ? പ്രകൃതിയെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, അതാണ് നമ്മുടെ ഭാവി. പ്രകൃതിയുടെ കൂട്ടുകാരാകേണ്ടവർ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാലോ? ലോകം നിലനിൽക്കണമെങ്കിൽ വേരടർന്നു പോകാതെ നിൽക്കാനുള്ള മണ്ണ് വേണമെന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാകേണ്ടതില്ലേ? ശുദ്ധമായ വായു, വെള്ളം, ജീവന്റെ നിലനിൽപ്പ് എന്നിവയ്ക്ക് പ്രകൃതി സംരക്ഷണം വളരെ പ്രധാനമാണ്. ഈ പ്രകൃതി സംരക്ഷണ ദിനം മുതലെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കൂ, ഒപ്പം സ്വയം സംരക്ഷിതനാകൂ.